അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ്. പ്രിയമുള്ള മുഹിബ്ബീങ്ങളെ, സഹോദരങ്ങളെ, നമ്മളെല്ലാവരും ഈ ഭൂമി ലോകത്ത് ജീവിക്കുന്നവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ത്രീയായും പുരുഷനുമായാണ് നമ്മ ഓരോരുത്തരെയും സൃഷ്ടിച്ചത്. എന്നാൽ ഇന്നത്തെ പുതിയ തലമുറ, ന്യൂ ജനറേഷൻ ചെയ്യുന്ന കോപ്രായങ്ങളും അവരുടെ വസ്ത്ര രീതികളും അവരുടെ രൂപഭാവങ്ങളും അതെല്ലാം വിശുദ്ധമായ ദീനിനും വിശുദ്ധമായ ഖുർആനിനുമൊക്കെ എതിരായി ഭവിക്കുന്നു എന്ന് നമ്മൾ സാമൂഹിക ജീവിതങ്ങൾ കാണുമ്പോൾ, പൊതുജീവിതങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കുകയാണ്. വിശുദ്ധമായ ഇസ്ലാം നമ്മോട് പറയുന്നു, നമ്മൾ കൃത്യമായ വസ്ത്ര കോഡ് നിർബന്ധമാക്കിയിട്ടുണ്ട്. പുരുഷന്മാർ പുരുഷന്മാരുടേതും സ്ത്രീകൾ സ്ത്രീകളുടേതുമാണ് ധരിക്കേണ്ടത്. അല്ലാതെ ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം ചെയ്യാനുള്ളതല്ല. വേഷപ്രച്ഛന്നത വിശുദ്ധമായ ദീൻ അനുവദിക്കുന്നില്ല. പ്രതിസന്ധിയുടെ ഘട്ടങ്ങളിൽ, വളരെ റയറായ സമയങ്ങളിൽ മാത്രമേ പുരുഷൻ സ്ത്രീയുടെയും സ്ത്രീ പുരുഷൻ്റെയും വസ്ത്രം ധരിക്കൽ അനുവദനീയമാകുന്നു എന്ന തലത്തിൽ വിശുദ്ധമായ ഇസ്ലാം കാണുന്നുള്ളൂ. അതല്ലാതെ സാധാരണഗതിയിൽ ഇന്ന് കാണുന്ന രീതിയിൽ പുരുഷൻ്റെ വസ്ത്രവും പുരുഷൻ്റെ രീതിയും സ്ത്രീകൾ അനുകരിക്കലും അതുപോലെ തന്നെ മറിച്ചും ചെയ്യൽ വലിയ തെറ്റാണ്, വലിയ കുറ്റമാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു തനതായ രീതിയിൽ ജീവിച്ചു മരിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. റഹ്മത്തിക്ക് യാ റഹ്മർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.